അപ്പോൾ എസ് കെ ഞാനിതിൽ പറഞ്ഞു വന്നത് KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ ക്ലെയിം വരികയാണെങ്കിലുള്ള കാര്യമാണ്. ഇതിനോടകം തന്നെ ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഒരു പ്രതികരണം ശ്രദ്ധിക്കുന്നുള്ളൂ. ACC അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഞാൻ അതുകൂടി ഒഴിയാമെന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രതിഷേധമുണ്ട് എന്നത് വ്യക്തമാണ്. ഉടൻ തന്നെ അദ്ദേഹത്തിന് അതിലെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ആണെന്ന് തോന്നുന്നു. അല്ലല്ല, നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഡൽഹിയിൽ അദ്ദേഹം ഇത്തിരി അലോസരമൊക്കെ ഉണ്ടാക്കി ഓടി നടന്നു എന്നൊക്കെ വാർത്തകൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതെ, അപ്പോൾ എന്ത് തന്നെയായാലും എസ് കെ ഇതിലിപ്പോൾ ഈ MLA-മാർ ഏത് നേതാക്കളെയാണ് അനുകൂലിക്കുന്നത് എന്നുള്ള പട്ടിക മുൻപ് തന്നെ പുറത്തു വന്നതാണല്ലോ. അതിൽ ഭൂരിപക്ഷം MLA-മാരും അനുകൂലിക്കുന്നത് KC വേണുഗോപാലിനെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്തരം ആളുകളെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ KC പക്ഷം പിടിമുറുക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഇന്നിപ്പോൾ പഴകുളം മധു അടക്കമുള്ള നേതാക്കൾ വളരെ പരസ്യമായി തന്നെ KC വേണുഗോപാലിനെ മാറ്റി നിർത്തതിലുള്ള അമർഷമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് നേതാക്കൾ പോകുകയാണെങ്കിൽ VD സതീശൻ എങ്ങനെയാണ് ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ള ഞാൻ വരാം. പഴകുളത്തിന്റെ വാക്കുകൾ ഒരു കല്ലുകടി പോലെ വന്നു. അതൊക്കെ വോട്ട് ചെയ്ത് ജനങ്ങളോട് നടത്തുന്ന ഒരു വെല്ലുവിളിയാണെന്ന് പഴകുളത്തെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.